ആരാധന ആരാധന. കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. ഒത്തിരി സ്നേഹത്തോടെ നിന്നെ കാണുന്ന കർത്താവ് ഈ അൾത്താരയിലുണ്ട്. മോളെ മോനെ നിന്റെ മനസ്സ് പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കാണെന്ന്, ആരുമില്ല എന്ന്. ഒത്തിരി സങ്കടങ്ങളും വേദനകളും നിറഞ്ഞതാണ് നിന്റെ ജീവിതം എന്ന്. എന്തേ എൻ്റെ ജീവിതം ഇങ്ങനെയായി, എന്തേ എൻ്റെ കുടുംബം ഇങ്ങനെയായി, എന്തേ എൻ്റെ മക്കൾ ഇങ്ങനെയായി എന്നൊക്കെ ഒരുപക്ഷെ നിന്റെ മനസ്സ് നിന്നോട് മന്ത്രിക്കുന്നുണ്ടാകാം. ഒരു വിധത്തിൽ മുന്നോട്ട് പോകാൻ പറ്റണില്ലല്ലോ, എവിടെ ചെന്ന് തൊട്ടാലും തടസ്സങ്ങളാണല്ലോ, വല്ലാത്ത അസ്വസ്ഥതകളാണല്ലോ എന്നുള്ള ചില നിരാശാജനകമായ സ്വരം ഒരുപക്ഷെ നിന്റെ മനസ്സിൽ അലയടിക്കുന്നുണ്ടാകാം. ഇതാ അൾത്താരയിൽ ജീവനോടെ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് നിന്നോട് പറയുന്നു, മോളെ ഭയപ്പെടേണ്ട, മോനെ സങ്കടപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടല്ലോ, നീ എനിക്ക് പ്രിയങ്കരിയാണ്, നീ എനിക്ക് അമൂല്യനാണ് എന്നതാ ഈശോ അൾത്താരയിൽ നിന്ന് പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ മാനുഷികമായ സ്വരത്തിനും അപ്പുറം ദൈവിക സ്വരം കേൾക്കാൻ, ഞങ്ങളുടെ വൈകാരികമായ സങ്കടങ്ങൾക്കും അപ്പുറം നിന്റെ സ്വരം കേൾക്കാൻ, ഞങ്ങളുടെ ശാരീരികമായ വേദനകൾക്കും അപ്പുറം നിന്റെ ഹൃദയത്തിന്റെ സ്നേഹം അറിയാൻ, അനുഭവിക്കുവാൻ ഈശോയേ നീ ഞങ്ങളെ സഹായിക്കണമേ. ഇതാ നിന്നെ കാണുന്ന കർത്താവ് അൾത്താരയിലുണ്ട്. ആ കർത്താവിനെ കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. രൂപവും ഭാവവും ഈശോയേ എന്നിലാകട്ടെ. ആമേൻ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേശുവേ. ആരാധന. കരങ്ങൾ ഉയർത്തി വീശി ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് തന്നെ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സും ഹൃദയമൊക്കെ തമ്പുരാനുമ്പ് തുറന്നു വയ്ക്കാം, പ്രാർത്ഥിക്കാം. ഇത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മറ്റു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വലയത്തിലാണ് നമ്മൾ. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ദൈവം നമുക്കായി തരുന്ന നിമിഷങ്ങളാണ്. രോഗികളായിട്ടുള്ളവർ പ്രാർത്ഥിക്കുക, ഈശോ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുക. 38 വർഷക്കാലം ബത്സേദ കുളക്കടവിൽ തളർന്നു കടന്നവനെ ഒരൊറ്റ നിമിഷം കൊണ്ട് എഴുന്നേൽപ്പിച്ച് നടത്തിയവനല്ലേ നമ്മുടെ കർത്താവ്. ജന്മനാ മുടന്തന് സൗഖ്യം നൽകിയവനല്ലേ, അന്ധന് കാഴ്ച നൽകിയവനല്ലേ. ഈ കർത്താവിന് നിന്നെ സുഖപ്പെടുത്താൻ പറ്റും. മോളെ, മോനെ, നിന്റെ രോഗം, ആ രോഗത്തിന്റെ വലിപ്പം എത്ര വലുതാകട്ടെ, അതിനേക്കാളും വലിയവൻ ഈ അൾത്താരയിലുണ്ട്. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കേ. ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന ലാസറിന്റെ കല്ലറയ്ക്കരികിൽ കർത്താവ് വന്ന് നിന്നിട്ട് പറഞ്ഞില്ലേ, ലാസറെ പുറത്തു വരാൻ.
മരിച്ച് അടക്കപ്പെട്ടവനാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെയും കുടുംബത്തിൻ്റെയൊക്കെ അവസ്ഥ ഇങ്ങനെയാകാം. ദുർഗന്ധം പേറുന്ന അവസ്ഥ, മരണതുല്യമായ അവസ്ഥ. ശരീരം മരിച്ചു, മനസ്സ് മരവിച്ചു, ആത്മാവിൽ മരണം പ്രാപിച്ച അവസ്ഥകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്നതേ ഉള്ളൂ. പ്രാർത്ഥിക്കാൻ പറ്റണില്ല. ആത്മീയ മന്ദത കാരണം, ആത്മീയ മരവിപ്പ്, മരണം കാരണം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, ക്ഷമിക്കാൻ പറ്റണില്ല, വിശുദ്ധ ജീവിതം നയിക്കാൻ പറ്റണില്ല. ഈശോ പറഞ്ഞില്ലേ ലാസറെ പുറത്തു വരാൻ? മരിച്ചവനല്ലേ പുറത്തു വന്നേ? വൈകാരികമായി വല്ലാതെ തകർന്നവരാകാം നമ്മള്, മുറിവേറ്റവരാകാം നമ്മള്, ഒറ്റപ്പെട്ടു പോയവരാകാം, ആരുമില്ലാത്തവരാകാം നമ്മള്, വല്ലാത്ത സങ്കടങ്ങളുള്ളിൽ കൊണ്ടു നടക്കുന്നവരാകാം. ഇന്നോളം ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പങ്കുവച്ചിട്ടില്ലാത്ത ഒത്തിരിയേറെ മൗന ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ടാകും. അതിന്റെ പേരിൽ വല്ലാതെ അസ്വസ്ഥതകൾ, ആകുലതകളൊക്കെ, സങ്കടങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാകാം. നിന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ ഈശോയ്ക്ക് പറ്റും. ലാസറിനെ പുറത്തു കൊണ്ടുവന്നവനല്ലേ കർത്താവ്. മോളെ, മോനെ, എത്ര വർഷം പഴക്കമുള്ള തടക്കദോഷമാകട്ടെ കർത്താവിന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. എത്ര വർഷം പഴക്കമുള്ള മദ്യപാനമാകട്ടെ, ദുശീലങ്ങളാകട്ടെ, നിന്റെ കർത്താവിന് നിന്നെ ജീവനോടെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. കാരണം അവൻ ജീവിക്കുന്നവനായ കർത്താവാണ്. മരണത്തെ ജയിച്ചവൻ, മരണത്തെ ജയിച്ചവൻ ഇത് അൽത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്നു. ആ കർത്താവിന് നിന്റെ ജീവിതത്തിൽ ഇടപെടാൻ, നിന്റെ കുടുംബത്തിൽ ഇടപെടാൻ ഈ ദിവസങ്ങളിൽ അനുവദിച്ചാൽ മതി. നമ്മുടെ ഇഷ്ടങ്ങളോ നമ്മുടെ സന്തോഷങ്ങളോ അല്ല നോക്കണ്ടേ, ദൈവേഷ്ടം എന്താണെന്നാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും സഫലീകരിക്കപ്പെടുന്നുണ്ടോ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നല്ല നമ്മൾ ചോദിക്കേണ്ടത്. മറിച്ച് ദൈവത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ സ്വപ്നങ്ങൾ എന്നിൽ പൂർത്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നാണ്. അവിടെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നമ്മൾ വളർന്നു എന്ന് പറയാൻ പറ്റും. ഈശോയോടുള്ള ബന്ധത്തിൽ നമ്മൾ വളർച്ച പ്രാപിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈശോയെ, ഈ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും നിന്റെ കരം നീട്ടണമേ. മനസ്സ് തളർന്നു നിൽക്കുന്നവരുണ്ട്, പല മേഖലകളിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന മക്കളുണ്ട്, സ്വപ്നങ്ങൾ തകർന്നു പോയവരുണ്ട്, ജോലിയില്ലാതെ വേദനിക്കുന്നവർ ഇതിനകത്തുണ്ട്, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർ ഇതിനകത്തുണ്ട്, സാമ്പത്തിക വരുമാന മാർഗങ്ങൾ തകർന്നു പോയവർ ഇതിനകത്തുണ്ട്, ഭാവി ജീവിതത്തെക്കുറിച്ച് വല്ലാതെ ആകുലപ്പെടുന്നവർ ഇതിനകത്തുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ കർത്താവെ പറ്റാതെ പോകുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, നിന്റെ കരം ഈ മക്കളുടെ മേൽ നീട്ടണമേ. വചനത്തിൽ നീ പറഞ്ഞില്ലേ, ഞങ്ങളോടൊത്ത് സഹതപിക്കാൻ കഴിയാത്തവനല്ല നീ എന്ന്, മറിച്ച് പാപമൊഴികെ മറ്റെല്ലാറ്റിലും നീ ഞങ്ങളെ പോലെ സമനായിരുന്നല്ലോ. ഈശോയെ, നിന്റെ ആ സ്നേഹത്തിൽ നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ സങ്കടങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, നമ്മുടെ മൗന ദുഃഖങ്ങൾ കർത്താവിൻ്റെ സ്നേഹത്തിൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നമുക്ക് മുന്നോട്ട് പോകണ്ടേ, നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടേ. നിരാശകൾക്കും ആകുലതകൾക്കും അശുദ്ധിക്കും ഒന്നും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാതെ നമുക്ക് ജീവിതത്തെ കൊണ്ടുപോകണ്ടേ. കർത്താവിൻ്റെ സ്നേഹത്തിൽ, അവൻ്റെ കരുണയിലും കൃപാവരത്തിലും നിരന്തരം ആശ്രയിച്ചുകൊണ്ട് കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഈ നിമിഷം കർത്താവിനോട് ചോദിക്കാം. ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ അവരെ കൂടി ആത്മന ഇപ്പോൾ ചേർത്ത് വെച്ച് ഈശോയ്ക്ക് കൊടുക്കാം. കുടുംബങ്ങളിൽ രോഗികളായി കഴിയുന്നവരുണ്ടോ, അവരെ കൂടി ഒന്ന് ചേർത്ത് വെച്ച്. ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, ICUവിലായിരിക്കുന്നവര്, മാരക രോഗം മൂലം വേദനിക്കുന്നവര്, ക്യാൻസറുകൾ, ട്യൂമറുകളൊക്കെ മൂലം വേദനിക്കുന്നവരും അതിന് മരുന്നെടുക്കുന്നവരും ചികിത്സയിലായിരിക്കുന്നവരൊക്കെ ഉണ്ട്. എല്ലാം ഒന്ന് ചേർത്ത് നിർത്തിക്കുക. നമ്മുടേതായ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ എല്ലാ രോഗങ്ങളെയും കർത്താവിന് കൊടുക്കാം. ഈശോയെ, നീ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം. ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് മക്കളെ. കർത്താവ് തൻ്റെ കരുണയുടെ കരം നീട്ടി, സ്നേഹത്തിൻ്റെ കരം നീട്ടി നമ്മെ സ്പർശിക്കുന്ന സമയമാണ്. നിന്റെ അലച്ചിലുകൾ എണ്ണുന്ന കർത്താവ്, നിന്റെ വേദനകൾ എണ്ണുന്ന കർത്താവ്,
നിന്റെ കണ്ണുനീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിക്കുന്ന ദൈവം ദയാൽ ധാരയിലുണ്ട്. ഈശോയെ, നിന്റെ സ്നേഹത്തിൽ നീ എന്നെ ചേർത്ത് നിർത്തണമേ. ആരുമില്ലാത്ത അനുഭവങ്ങളിൽ നീ എൻ്റെ കൂടെ നിൽക്കണമേ. കൂടെ നിൽക്കുമെന്നാണല്ലോ പറഞ്ഞത്. അത് വിശ്വസിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ച് തുറന്ന കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് 2-3 പേര് കേൾക്കുന്ന സ്വരത്തിൽ നിങ്ങളുടെ വേദനകളും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും എല്ലാം പറഞ്ഞ് ഏതാനും നിമിഷം കർത്താവിനെ ഒന്ന് സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ. ജീവിത പങ്കാളിയിൽ നിന്നും ഒരു ദാമ്പത്യ അവിശ്വസ്തതയുടെ മുറിവ് ഏറ്റെടുക്കേണ്ടി വന്ന ഒരു മകളെ കർത്താവ് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. കുറേ നാളുകളായി മനസ്സിൽ കടന്നിരുന്ന ആ സങ്കടത്തെ, ആ വേദനയെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ അത് ഏറ്റെടുക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ആരാധന. തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ഇനി എന്ത് ചെയ്യണം, വിദൂര ഭാവിയിൽ എന്ത് ചെയ്യണം എന്നാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വിഷമിക്കുന്ന 7 മക്കളെ കർത്താവ് ഈ കൂട്ടായ്മയിൽ ഈ ദിവസങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, ആരാധന. ഒരു പറമ്പിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് 2 വർഷത്തിലധികമായി തടസ്സം നേരിടുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതും അവരുടെ വരുമാന മാർഗങ്ങളെ, സാമ്പത്തിക മേഖലകളെ അതിൻ്റെ വിൽപ്പനയിലൂടെ അനുഗ്രഹിച്ചുയർത്തുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, ആരാധന, ആരാധന. കൃഷിയിടവും കൃഷിയുമായി ബന്ധപ്പെട്ട് വല്ലാത്ത അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന, അതായത് ആ പ്രതീക്ഷിക്കുന്നത് പോലെ റിസൾട്ട് കിട്ടാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തെ കർത്താവ് അനുഗ്രഹിച്ചുയർത്തുന്നതായിട്ട് സന്ദേശം ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ആരാധന, 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 യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂട്രസുമായി ബന്ധപ്പെട്ട് എന്തൊരു അസ്വസ്ഥത, ഒരു ഫൈബ്രോയിഡ് പോലത്തെ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു മകളെ കർത്താവ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഖപ്പെടുത്തുന്നതായിട്ട് കർത്താവ് സന്ദേശം തരുന്നുണ്ട്. വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത് കർത്താവിന്റെ സ്നേഹത്തിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രിയുടെ യാമങ്ങളിൽ സുഖനിദ്ര കിട്ടാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതാനും പേരെ കർത്താവ് ഈ കൂട്ടായ്മയിൽ സൗഖ്യപ്പെടുത്തുന്നതായിട്ടും സന്ദേശം ലഭിക്കുന്നുണ്ട്. വിശ്വാസത്തിൽ അത് ഏറ്റെടുത്ത് കർത്താവിന്റെ അനുഗ്രഹം സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിദേശ യാത്രയുമായി ബന്ധപ്പെട്ട് എന്തൊരു പരീക്ഷ ഇതിനകം 3 വട്ടം എഴുതി 3 വട്ടവും പരാജയപ്പെട്ടതിൻ്റെ സങ്കടത്തോടെ ഇരിക്കുന്ന ഒരു മകളെ കർത്താവ് കാണുന്നുണ്ട്. കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നെ സമർപ്പിക്ക്. വൈകാരിക വിഷയമായി കർത്താവിനോടുള്ള ബന്ധത്തെ കാണാതെ കർത്താവിനോടുള്ള ബന്ധത്തെ നീ ഉറപ്പിക്കുന്നിടത്ത് കർത്താവ് നിന്നെ അനുഗ്രഹിക്കും എന്നുള്ള സന്ദേശവും കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ, 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 യേശുവേ, ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 3 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ളൊരു കുഞ്ഞ് നിരന്തരം രോഗം, ഒരു രോഗാവസ്ഥ കഴിയും മറ്റൊരു രോഗം, അങ്ങനെ നിരന്തരമായ രോഗാവസ്ഥയിൽ നടുവിലായിരിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് ആ രോഗപീഠകളിൽ നിന്നും സൗഖ്യം, വിടുതലും നൽകി അനുഗ്രഹിക്കുന്നതായിട്ടും കർത്താവ് സന്ദേശം തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു. പറ്റാത്തവർ എഴുന്നേറ്റ് നിന്നോളുക. ദിവികാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കർത്താവാണ് ഈ ദിവസക്കാലം നമ്മളെ കൂട്ടിക്കൊണ്ടുവന്നത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പായിരുന്നു ഇന്ന് നമ്മളിവിടെ ആയിരിക്കുക എന്നുള്ളത്. കർത്താവിന്റെ അനുഗ്രഹത്തിന്റെ കരം നമ്മുടെ
നമ്മുടെ മേൽ കർത്താവ് നീട്ടിയിട്ടുണ്ട്. വിശ്വസിക്കാം. വെറും കൈയോടെ നമ്മൾ ആരെയും പറഞ്ഞയക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. 3 ദിവസക്കാലം കർത്താവിൻ്റെ കൂടെ വചനം കേൾക്കാൻ ഇരുന്നവര് കർത്താവ് പറഞ്ഞയച്ചപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് വിടാൻ. കർത്താവിൻ്റെ കൂടെ ഇരുന്ന് വചനം കേൾക്കുന്നവർക്ക് ഭൗതിക ഭക്ഷണം കർത്താവ് തരും. വെറും കൈയോടെ മോനെ നിന്നെ കർത്താവ് പറഞ്ഞയക്കില്ല. ആത്മീയ അനുഗ്രഹങ്ങളോടൊപ്പം ഭൗതിക അനുഗ്രഹങ്ങൾ കൂടി കർത്താവ് തരും. ദൈവത്തിന് നന്ദി പറയാം. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.